സോ ഗൈസ് ബോയ്സ് സീസൺ ഹാസ് ഫൈനലി കം ടു ആൻ എൻഡ്. സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ കോമിക്സിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഞാൻ ഈ ബോയ്സ് സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഇതൊരു കോമിക്സിന്റെ അഡാപ്റ്റേഷൻ ആണ് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തപ്പി പിടിച്ച് ഈ കോമിക്സ് ആക്ച്വലി എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ വായിച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ പോയ ഒരു സാധനമാണ്. എനിക്ക് എന്റെ ക്ലൈമാക്സ് ഒന്നും കോമിക്സിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം ഈ ബോയ്സ് എന്നുള്ള എല്ലാവരും മരിക്കും ഇതിനകത്ത്. ആക്ച്വലി എനിക്ക് ആ ഒരു എൻഡിങ് ഭയങ്കര സാഡ് ആയിട്ടുള്ള എൻഡിംഗ് ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹ്യൂയി മാത്രമാണ് അതിനകത്ത് സർവൈവ് ചെയ്യുന്നത്, ബാക്കി ബുച്ചറൊക്കെ മരിക്കുന്നുണ്ട്. ഈ സീസൺ 5 ആക്ച്വലി ഒരു മിഡ് ആയിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇനി എൻഡിന് എന്ത് തേങ്ങ പോലെ ആവും, ഇത് നമ്മൾ പ്രതീക്ഷ കണക്ക് ആവത്തില്ല എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഫ്രഞ്ചി എന്ന ക്യാരക്ടറിന്റെ ഒരു മരണത്തോടു കൂടി ഞാൻ ഒന്ന് ഹൈ ആയിരുന്നു. ഓക്കെ, ആ ഒരു ഇമോഷണൽ ഹുക്ക് കിട്ടി, ഇനി അടുത്ത് എന്താണ് പോകുമ്പോഴെന്ന്. ഈ ഫൈനലിലെ ക്ലൈമാക്സ് സാധനങ്ങളൊന്നും കോമിക്സ് തൊട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. കോമിക്സിൽ ഇങ്ങനെയൊന്നും അല്ല. അതിനകത്തുനിന്നുള്ള ക്യാരക്ടേഴ്സിന് എടുത്തിട്ടുള്ളെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ഇവർ എഴുതിയേക്കുന്നത് പോലും. അപ്പം രണ്ട് മെയിൻ ഹോംലാൻഡറും ബുച്ചറുമാണ്. അവർ രണ്ടുപേരും ഞാൻ സ്പോയിലറാണ്, രണ്ടുപേരും ഇതിനകത്തൊരു ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് രണ്ടുപേർക്കും കിട്ടിയേക്കുന്നത്. നമുക്കിത് കുറച്ചുകൂടി കിടിലമാക്കാൻ പറ്റുമായിരുന്നു, ഓഫ്കോഴ്സ് പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ഈ സീസൺ 5 കണ്ട ഹാങ് ഓവറിലാണോ അതിന്റെ ഒരു ലെവൽ താന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയൂടെ. ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ഓക്കെ ഭാഗ്യം എന്ന് ചിന്തിച്ച് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടെ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ ഡീപ്പിന്റെ ഡെത്ത് ആക്ച്വലി വാസ് ലൈക്ക് ഇതിനകത്തൊരു സാധനമുണ്ട്. ഇവരെ മോറലിയും മെന്റലിയും ഒക്കെ കംപ്ലീറ്റ്ലി ഡൗൺ ആക്കിയിട്ടാണ് ഈ സീരീസ് ആക്ച്വലി എൻഡ് ആയിരിക്കുന്നത്. ഹോംലാൻഡറിന്റെ ഒരു സാധനമുണ്ട്. നമ്മൾ അതിനകത്ത് ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫൈറ്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം അല്ല ഈ ബോയ്സ്. ഇതിന്റെ എൻഡിങ്ങിൽ ഇവർ കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെയല്ല. മെന്റലിയും നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മളെ ക്രഷ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു എൻഡിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഹോംലാൻഡറിന്റെ കഥാപാത്രത്തിന് പോലും ബുച്ചറും സിമിലറി അങ്ങനെയാണ് അതിന്റെ ഒരു എൻഡ് എത്തിയിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അവർ അങ്ങനെ അങ്ങനല്ല. എനിക്ക് അതുകൊണ്ടാണ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഇതിനകത്ത് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്ത് കാണുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഹോംലാൻഡറിന്റെ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ഹോംലാൻഡറിന് എന്ത് ഫീൽ ചെയ്തിട്ടായിരിക്കും അയാൾ പറയുന്ന വാക്കുകളുണ്ട്, സ്പെസിഫിക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആയപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്. കിമിക്കോയുടെ കഥാപാത്രം ആക്ച്വലി ഭയങ്കര ഒരു പവർഫുൾ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എൻ്റെ ആയി ഫൈനലി ഐ എം സാറ്റിസ്ഫൈഡ്. ബട്ട് ഭയങ്കര കിടിലല്ല, ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ് പറയാൻ പറ്റും. പിന്നെ ഇത് സ്പിൻ ഓഫ് ഉണ്ടായിരുന്നു ജെൻവി, അപ്പോൾ അത് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തിനാണോ അതിലെ കുറേ കഥാപാത്രങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് അവിടെ കാണിച്ചിട്ട് അതൊക്കെ വെറുതെ കേട്ടാ ഒരു കാര്യമില്ല. വെറുതെ ഒരു അവസരം ട്രക്കിൽ കയറ്റി വിട്ടു പോയി രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞു. സോ നിങ്ങൾ അഭിപ്രായം കണ്ടവരാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു.